സോ പ്രോകാരിയോട്ടിൽ എങ്ങനെയാണ് ഈ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യണത്? നമ്മൾ പറഞ്ഞതാണ് പ്രോകാരിയോട്ടിൽ ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ അത് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ സമയത്താണ്. ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നു. സോ അതാണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള സൈറ്റ്. സോ ട്രാൻസ്ക്രിപ്ഷണൽ ഇനീഷ്യേഷൻ തന്നെയാണ് ആ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. സോ പ്രൊകാരിയോട്ട് ട്രാൻസ്ക്രിപ്ഷണൽ ഇനീഷ്യേഷൻ കൺട്രോൾ ജീൻ എക്സ്പ്രഷൻ. സോ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഇനീഷ്യേഷൻ്റെ സമയത്ത് തന്നെ ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്നു, അതാണ് സംഭവിക്കുന്നത്. സോ ആ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇനീഷ്യേഷൻ തന്നെയാണ് പ്രൊകാരിയോട്ടിൻ്റെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയുമായിട്ടുള്ള സൈറ്റ്, ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യേണ്ട സൈറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ഇനീഷ്യേഷൻ നടക്കുന്ന സമയം അല്ലെങ്കിൽ ആണ്. സോ പ്രൊകാരിയോട്ടിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നമ്മുടെ പ്രൊമോട്ടറിൽ വന്ന് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് സ്ട്രക്ചറൽ ജീനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ mRNA അല്ലെങ്കിൽ RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടെർമിനേറ്റർ എത്തുമ്പോൾ ആ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവുന്നു. സോ പ്രൊകാരിയോട്ടിലെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ആക്ടിവിറ്റി ഓഫ് RNA പോളിമറേസ് ഈ പ്രൊമോട്ടറിൽ ആ സ്റ്റാർട്ട് സൈറ്റിൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്റ്റാർട്ട് സൈറ്റാണ് നമ്മൾ പറഞ്ഞ പ്രൊമോട്ടർ. അവിടെ വന്ന് നമ്മുടെ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ ആക്ടിവിറ്റി ഓഫ് RNA പോളിമറേസിൻ്റെ ഡ്യൂട്ടി എന്താണ്? പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യുക ആൻഡ് അതിന് പ്രൊമോട്ടറിൽ വന്ന് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, സ്ട്രക്ചർ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു, ടെർമിനേറ്റർ എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തീർന്ന് അത് സ്റ്റോപ്പ് ആവുന്നു. എന്നാൽ RNA പോളിമറേസ് വന്ന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? റെഗുലേറ്റഡ് ബൈ ഇൻട്രാക്ഷൻ വിത്ത് ആക്സസറി പ്രോട്ടീൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി പ്രോട്ടീൻസ്. ആ റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആക്സസറി പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ എഫക്ട് എബിലിറ്റി ടു റെക്കഗ്നൈസ് സ്റ്റാർട്ട് സൈറ്റ്. സോ RNA പോളിമറേസിന് വന്ന് ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ RNA പോളിമറേസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യുകയില്ല. അതിന് കാരണം അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആക്സസറി പ്രോട്ടീൻസ്. സോ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ RNA പോളിമറേസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആക്സസറി റെഗുലേറ്ററി പ്രോട്ടീനുകളാണ് ആ സ്ട്രക്ചറൽ ജീൻസ് എക്സ്പ്രസ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ അതുവഴി എന്ത് സംഭവിക്കുന്നു? ഈ സ്റ്റാർട്ട് സൈറ്റ്, ഏതാണ് സ്റ്റാർട്ട് സൈറ്റ്? നമ്മുടെ പ്രൊമോട്ടർ സൈറ്റ്. ആ സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റിയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. സോ എബിലിറ്റി ടു റെക്കഗ്നൈസ് സ്റ്റാർട്ട് സൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. സോ പ്രൊമോട്ടറിൽ വന്ന് നമ്മുടെ RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നില്ല. സോ അത് ട്രാൻസ്ലേറ്റഡ് ആവുന്നില്ല, ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള RNA ഫോം ചെയ്യുന്നില്ല. അതായത് ആ ജീൻ എക്സ്പ്രഷൻ തടഞ്ഞു നിർത്തി. ഇനി ജീൻ എക്സ്പ്രഷൻ ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ RNA പോളിമറേസിന് കറക്റ്റായിട്ട് നമ്മുടെ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. സോ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യണമോ വേണ്ടയോ ആര്? RNA പോളിമറേസ്. എന്ത് തീരുമാനിക്കുന്നതാണ്? റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആക്സസറി പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ സ്റ്റാർട്ട് സൈറ്റ് പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ആ എബിലിറ്റീനെ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് RNA പോളിമറേസിന് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. സോ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? റെഗുലേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ, ഒന്നുകിൽ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യാം. സോ റെഗുലേറ്ററി പ്രോട്ടീൻസ് ആക്ട് ഓൺ പോസിറ്റീവ് ആക്ഷൻ ആവാം, നെഗറ്റീവ് ആക്ഷൻ ആവാം. പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, ആക്ടിവേഷൻ ആവാം അല്ലെങ്കിൽ ആക്ടിവേറ്ററുടെ സഹായത്തോടു കൂടിയാണ് റെഗുലേറ്ററി പ്രോട്ടീൻസ് ഒരുപക്ഷെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് റെഗുലേഷൻ ആയിരിക്കും. ഇനി ചില സമയത്ത് റെഗുലേറ്ററി പ്രോട്ടീൻസ് നെഗറ്റീവ് ആക്ഷൻ ആയിരിക്കും, അത് റിപ്രഷൻ ആവും സംഭവിക്കുക. ആ പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യാതിരിക്കാനായിട്ട് വേറെ ഏതെങ്കിലും വന്ന് ബൈൻഡ് ചെയ്ത് ആ ആക്ടിവിറ്റിനെ റിപ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം ഇവിടെ റെഗുലേഷൻ സാധ്യമാകുന്നത്. സോ റെഗുലേറ്ററി പ്രോട്ടീൻസ്, ആ പ്രോട്ടീൻസിൻ്റെ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ പോസിറ്റീവായിട്ട് ആക്ടിവേഷനോടുകൂടിയായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് റിപ്രഷനോടുകൂടിയായിരിക്കാം. രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റിയിലും ഈ പ്രോട്ടീൻസിൻ്റെ റെഗുലേഷൻ സാധ്യമാവും. ഒന്നുകിൽ എക്സ്പ്രസ്ഡ് ആവാം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുകയില്ല. ഇനി ഈ പ്രൊമോട്ടർ റീജിയൻസിനെ
റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു പ്രൊമോട്ടർ റീജിയൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റെഗുലേറ്ററി പ്രോട്ടീൻസ്. സോ പ്രൊമോട്ടർ റീജിയൻസ് ആർ റെഗുലേറ്റഡ് ബൈ ആ റെഗുലേറ്ററി പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. ആ ഓപ്പറേറ്ററാണ് തീരുമാനിക്കുന്നത് അത് സ്വിച്ച് ഓൺ ചെയ്യണോ സ്വിച്ച് ഓഫ് ചെയ്യണോ എന്നുള്ളത്. സോ പ്രൊമോട്ടർ റീജിയൻസ് ആർ റെഗുലേറ്റഡ് ബൈ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ചില പ്രോട്ടീൻ സീക്വൻസുകളാണ്. ആ DNA അതിൽ കാണപ്പെടുന്ന ചില പ്രോട്ടീൻ സീക്വൻസുകളെ തന്നെയാണ് നമ്മൾ പറയപ്പെടുന്നത് ഓപ്പറേറ്റർ റീജിയൻ. സോ ഓപ്പറേറ്റർ റീജിയനാണ് ഈ പറഞ്ഞ പ്രൊമോട്ടർ റീജിയൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡിങ് സൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റേഴ്സാണ്. സോ ഓപ്പറേറ്റർ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക? അഡ്ജസെൻറ്റ് ടു ദ പ്രൊമോട്ടർ എലമെൻറ്റ്സ്. നമ്മുടെ പ്രൊമോട്ടറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഓപ്പറേറ്റർ റീജിയൻസ് കാണപ്പെടുന്നത്. സോ എന്താ ചെയ്യുന്നത്? ഓപ്പറേറ്റർ ബൈൻഡ് ടു ദ റിപ്രസർ. ചില സമയത്ത് ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? പ്രൊമോട്ടറിന് അടുത്താണ് ഓപ്പറേറ്ററിൻ്റെ സ്ഥാനം. സോ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ചില സമയത്ത് ഈ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള റെഗുലേഷനാണ് നടക്കണമെന്ന് വെച്ചാൽ അവിടെ ഓപ്പറേറ്റർ ബൈൻഡ് ടു ദ റിപ്രസർ പ്രോട്ടീൻ. ഒരു റിപ്രസർ പ്രോട്ടീനുമായിട്ട് ഈ ഓപ്പറേറ്റർ ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്രഷനെ തടസ്സപ്പെടുത്തും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. സോ പ്രൊമോട്ടറിൻ്റെ അടുത്തായിട്ടാണ് ഓപ്പറേറ്റർ ഇരിക്കുന്നത്. ഓപ്പറേറ്ററാണ് പ്രൊമോട്ടറിൻ്റെ ആ ബൈൻഡിങ് സൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യണോ സ്വിച്ച് ഓഫ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഓരോ ഓപ്പറണും, ഏത് ഓപ്പറൺ, പല ടൈപ്പ് ഓപ്പറോൺ സിസ്റ്റം നമ്മൾ ഓരോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലായിട്ട് കാണും. ഏത് ജീൻ എക്സ്പ്രസ് ചെയ്യണോ അതിനനുസരിച്ചുള്ള ഓപ്പറോൺ സിസ്റ്റമാണ് ഉണ്ടാവുക. സോ ഈച്ച് ഓപ്പറോൺ സ്പെസിഫിക് ഓപ്പറേറ്റർ ആൻഡ് റിപ്രസർ. ഏത് ഓപ്പറോൺ എടുത്താലും അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേറ്റർ, ആ ഓപ്പറോണിന് മാത്രമായിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും, അതിന് മാത്രമായിട്ടുള്ള ഒരു റിപ്രസർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്പറോൺ സിസ്റ്റം, ലാക്ടോസ് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നതാണ് ലാക് ഓപ്പറോൺ. സോ ലാക് ഓപ്പറോണിന് ലാക് ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലാക് റിപ്രസർ ഉണ്ടായിരിക്കും. സോ ഏത് ഓപ്പറോണിനും അതിൻ്റേതായ സ്പെസിഫിക് ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും, അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിപ്രസർ ഉണ്ടായിരിക്കും. ഈ ഓപ്പറേറ്ററാണ് അല്ലെങ്കിൽ ഈ ഓപ്പറോൺ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ടറിൻ്റെ ആക്ടിവിറ്റീനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്പറേറ്ററാണ്. എവിടെയാണ് ഓപ്പറേറ്ററിൻ്റെ പൊസിഷൻ? പ്രൊമോട്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഓപ്പറേറ്ററിൻ്റെ പൊസിഷൻ.